ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിന്നെ വേണ്ടാന്ന് വെച്ചവർക്കു മുന്നിൽ തളർന്നിരിക്കാനാണോ നിന്റെ തീരുമാനം? ഒരിക്കലുമല്ല. നീ വീണുപോയ ഇടത്തു നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് നിന്റെ യഥാർത്ഥ വിജയം തുടങ്ങുന്നത്. നഷ്ടപ്പെട്ടതിനെ ഓർത്തല്ല, വരാനിരിക്കുന്ന വസന്തത്തെ ഓർത്താണ് ഇനി നീ ജീവിക്കേണ്ടത്. നിന്റെ ഉള്ളിലെ കരുത്ത് നീ തിരിച്ചറിയുന്ന നിമിഷം ഈ ലോകം നിനക്ക് മുന്നിൽ വഴിമാറും. ഈ കുറിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. മടുത്തില്ലേ ആ പഴയ വേദനകൾ ചുമന്ന് നടന്ന്? ഇനി മതി. നിന്നെ തളർത്തിയ ഓർമ്മകളെ അവിടെ ഉപേക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് പുതിയൊരു തുടക്കം കുറിക്കാം. നീ തയ്യാറാണോ എന്നോടൊപ്പം മൂവ് ചെയ്യാൻ? എന്നാൽ മൂവ് ചെയ്തോളൂ. ഈ വരികൾ നീ വായിച്ചു തുടങ്ങുമ്പോൾ, നീ കേട്ടു തുടങ്ങുമ്പോൾ നിൻ്റെ മനസ്സ് എത്രത്തോളം ഭാരപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഒരു പക്ഷേ പുറമേ നീ ചിരിക്കുന്നുണ്ടാവാം, എല്ലാവരോടും സാധാരണ പോലെ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നീ അനുഭവിക്കുന്ന ആ ഒരു ശൂന്യത, ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത, എന്നാൽ നിന്നെ ഓരോ നിമിഷവും ശ്വാസം മുട്ടിക്കുന്ന ആ സങ്കടം, അത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന്, എൻ്റെ വേദന ആരും കാണുന്നില്ലല്ലോ എന്നും നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിൻ്റെ ആ അവസ്ഥയെ തൊട്ടറിഞ്ഞുകൊണ്ടാണ്. സാരമില്ലട്ടോ, നീ ഇപ്പോൾ കടന്നു പോകുന്നത് അത്ര എളുപ്പമുള്ള ഒരു വഴിയിലല്ലെന്ന് എനിക്കറിയാം. നിനക്കറിയാമോ, നീ ഇപ്പോൾ ഏത് ഇരുട്ടിലാണോ നിൽക്കുന്നത്, അവിടെയാണ് നിൻ്റെ മാറ്റത്തിൻ്റെ വിത്തുകൾ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ പാതി വഴിയിൽ വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ച കാര്യങ്ങൾ കയ്യിൽ നിന്ന് വഴുതി പോകുമ്പോൾ, ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബന്ധങ്ങൾ ഒരു കാരണവുമില്ലാതെ അവസാനിക്കുമ്പോൾ, വിശ്വസിച്ചവർ തന്നെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, എല്ലാം നൽകി നിന്നിട്ടും വില കിട്ടാത്തവരായി മാറുമ്പോൾ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ടും ചില കാര്യങ്ങൾ വൈകിക്കൊണ്ടിരിക്കുമ്പോൾ, ജീവിതം ഒന്ന് ശരിയാകൂ എന്ന് തോന്നിയ നിമിഷം വീണ്ടും തകർന്നു പോകുമ്പോൾ, എല്ലാവരും കൂടെയുണ്ട് എന്ന് കരുതിയ നീ സമയത്ത് ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഉള്ളിലെ സങ്കടം ആരും കാണാതെ പുറമെ ചിരിച്ച് നടക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ നല്ല മനസ്സിനെ ചിലർ ദുരുപയോഗം ചെയ്യുമ്പോൾ, ഒരിക്കൽ നമ്മൾ തേടിയവർ തന്നെ പിന്നീട് അന്യരായി മാറുമ്പോൾ, സ്വപ്നങ്ങൾ കൈ എത്താ ദൂരത്ത് എത്തിയിട്ട് വീണ്ടും മാറുമ്പോൾ, സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ, അപ്പോഴാണ് മനസ്സ് ചോദിക്കുക, ഇനി നീ എന്തിനാണ് ഞാനിങ്ങനെ സഹിക്കുന്നത് എന്ന്. ലോകം നിനക്ക് ചുറ്റും കറങ്ങുന്നത് നിന്നെപ്പോലെ ഹൃദയം നിന്നതുപോലെ തോന്നും. നമ്മുടെ ഹൃദയത്തിൽ ഒരു സങ്കടമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പഴയ ഓർമ്മകൾ നിന്നെ ഓരോ രാത്രിയും വേട്ടയാടുന്നുണ്ടാവാം. മറ്റുള്ളവർക്ക് അതൊരു വെറും കഥയായിരിക്കും, പക്ഷേ നിനക്കത് നിൻ്റെ ജീവിതമാണ്. ആ വേദനയുടെ ആഴം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സുഹൃത്തേ, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്നെ വേണ്ട എന്ന് വെച്ച ഒരാൾക്കോ ഒരു കാര്യത്തിനോ വേണ്ടി നിൻ്റെ വരും കാലം ബലി കൊടുക്കുന്നത് നിൻ്റെ കഴിവിനെ അവഹേളിക്കലല്ലേ? നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു മനോഹരമായ കാര്യമുണ്ട്. നമുക്ക് ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. പക്ഷേ പടച്ച തമ്പുരാൻ, നമ്മുടെ പടച്ച ഇലാഹ്, അത് എടുത്തു മാറ്റുന്നത് നിൻ്റെ കൈകളിൽ അതിനേക്കാൾ മികച്ചത് വെച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു വാതിൽ അവൻ അടയ്ക്കുന്നത് മറ്റൊരു വലിയ ലോകത്തിൻ്റെ വാതിൽ നിനക്ക് മുന്നിൽ തുറക്കാൻ വേണ്ടിയാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയുണ്ടല്ലോ, അത് നിന്നെ തകർക്കാനല്ല, പകരം ഒരു പുതിയ നിന്നെ സൃഷ്ടിക്കാനാണ്.
ഇരുമ്പ് ഉരുകിയാലോ നല്ല ആയുധം ഉണ്ടാകൂ അല്ലേ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഈ സങ്കടത്തിലൂടെ നീ നീന്തി കയറുമ്പോൾ നീ പുറത്തെത്തുന്നത് കൂടുതൽ കരുത്തുള്ള പക്വതയുള്ള ഒരു ആളായിട്ടായിരിക്കും. പടച്ചവൻ്റെ പ്ലാനിനേക്കാൾ വലിയൊരു പ്ലാന് ഈ ലോകത്ത് വേറെയില്ല എന്ന് നീ വിശ്വസിച്ചു തുടങ്ങുന്ന നിമിഷമുണ്ടല്ലോ, നിൻ്റെ മനസ്സിലെ പകുതി ഭാരം അവിടെ ഇറക്കി വെക്കാൻ നിനക്ക് കഴിയും. ഉറപ്പാണ്. നീ ഒന്ന് ശ്രമിച്ച് നോക്കണം. ഇനി എനിക്ക് നിന്നോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നീ നിന്നെ തന്നെ ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് എത്ര കാലമായി? ആ പഴയ ആവേശവും ചിരിയുമുള്ള നിന്നെ നീ എവിടെയോ കളഞ്ഞു പോയതുപോലെ തോന്നുന്നില്ലേ? മറ്റൊരാൾക്ക് നിന്നെ തകർക്കാൻ അധികാരം കൊടുത്ത് നീ തന്നെയല്ലേ? നിൻ്റെ ജീവിതം, നിൻ്റെ ശ്വാസം, അത് എത്ര വിലപ്പെട്ടതാണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പോയത് പോയി. അതിനെ ഓർത്ത് നീറി ഇരുന്നാൽ തിരിച്ചു വരാത്ത കാര്യത്തിനു വേണ്ടി നിൻ്റെ ഈ നിമിഷം നീ എന്തിനാണ് നശിപ്പിക്കുന്നത്? നിന്നെ സ്നേഹിക്കുന്ന, നിൻ്റെ പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേര് വേറെയുണ്ടാകും. അവർക്ക് വേണ്ടി, അതിലുപരി നിനക്ക് വേണ്ടി നീ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണോ? നീ ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് അത് ചോദിക്കണം. സത്യത്തിൽ ഈ സങ്കടം ഒരു അവസാനമല്ല, ഇതൊരു ഫിൽട്ടറാണ്. നിൻ്റെ ജീവിതത്തിൽ ആര് വേണം, എന്ത് വേണം എന്നൊക്കെ നിന്നെ പഠിപ്പിക്കാനുള്ള പ്രക്രിയയാണ്. നീ ഇപ്പോൾ കടന്നു പോകുന്ന ഓരോ പരീക്ഷണവും നിന്നെ വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിന് പ്രാപ്തനാക്കുകയാണ്. തോറ്റു കൊടുക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ നമ്മ ആരും ഇവിടെ ജനിച്ചവരല്ല എന്ന് വീഴുമ്പോൾ എഴുന്നേൽക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്നും നീ മനസ്സിലാക്കണം. നീ ഇപ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്ന ആ വേദനയെ നിൻ്റെ ഇന്ധനമാക്കി മാറ്റൂ. നിന്നെ കളിയാക്കിയവർക്കും നിന്നെ തള്ളി പറഞ്ഞവർക്കും മുന്നിൽ നിൻ്റെ വിജയം കൊണ്ട് മറുപടി കൊടുത്തു നോക്ക്. അതാണ് ഏറ്റവും വലിയ പ്രതികാരം. നിൻ്റെ ഈ മാറ്റം ഇന്നിൽ നിന്ന് തുടങ്ങണം. പഴയ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യണം. പഴയ മുറിവുകളെ കെട്ടിവെക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കണം. യാത്രകൾ ചെയ്യണം. പ്രാർത്ഥനയിൽ മനസ്സർപ്പിക്കണം. നീ വിചാരിച്ചാൽ മാറാത്തതായിട്ടൊന്നുമില്ല. നിൻ്റെ ഉള്ളിലെ അഗ്നിപർവ്വതം ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ നീ ഉണർത്തണം. ലോകം നിൻ്റെ മാറ്റം കണ്ട് അത്ഭുതപ്പെടണം. നീ ഒറ്റയ്ക്കല്ല എന്ന് നീ ഓരോ ചുവടിലും നിനക്ക് കരുത്തായിട്ട് നിൻ്റെ റബ്ബ് നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ ഒന്ന് വിശ്വസിച്ച് നോക്ക്. സങ്കടങ്ങൾ വരുമ്പോൾ ഇനിയും നമ്മൾ സംസാരിക്കും. പക്ഷേ ഇപ്പോൾ നിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ പഴയ ചിരിയോടെ ഒന്ന് എഴുന്നേൽക്കൂ. നമുക്കൊരുമിച്ചൊരു പുതിയ ലോകം കീഴടക്കാം. നീ റെഡിയല്ലേ ആ പുതിയ തുടക്കത്തിന്? ഈ വരികൾ ഇവിടെ തീരുമ്പോൾ നിൻ്റെ സങ്കടങ്ങളും ഇവിടെ തീരുമെന്ന് നിനക്ക് തന്നെ നീ വാക്കു കൊടുക്കണം. നമുക്ക് മുന്നോട്ട് പോകാം കൂടുതൽ കരുത്തോടെ, ഇൻഷാ അല്ലാ. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വരികൾ വായിച്ചു തീരുമ്പോൾ ഈ വരികൾ നീ കേട്ടു തുടങ്ങുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാവാം, പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കാനാകുമെന്ന്. ആ സംശയം സ്വാഭാവികമാണ്. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിൻ്റെ മനസ്സൊരു വലിയ യുദ്ധക്കളം പോലെയല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? അവിടെ ഒരു വശത്ത് നിൻ്റെ പഴയ ഓർമ്മകളും സങ്കടങ്ങളും നിന്നെ പുറകോട്ട് വലിച്ചു കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നിൻ്റെ സ്വപ്നങ്ങളും നിൻ്റെ ആഗ്രഹങ്ങളും നിൻ്റെ ഭാവിയും നിന്നെ മുന്നോട്ട് വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ആര് ജയിക്കണമെന്നാണ് നീയാണത് തീരുമാനിക്കേണ്ടത്. നിൻ്റെ സങ്കടങ്ങൾ നീ കൊടുക്കുന്ന അമിതമായ പ്രാധാന്യമാണ് അവയെ ഇത്രയും വലുതാക്കി മാറ്റുന്നത്. ഇന്നു മുതൽ ആ പ്രാധാന്യം നിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകി തുടങ്ങിയാൽ നിനക്ക് സംഭവിക്കുന്ന മാറ്റം നീ തന്നെ കണ്ട് അത്ഭുതപ്പെടും. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹത്തിനു വേണ്ടിയും അംഗീകാരത്തിനു വേണ്ടിയും ദാഹിക്കുന്നവരാണ്. മറ്റുള്ളവരെ നീ ആശ്രയിക്കരുത്. ആരെങ്കിലും നമ്മളെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിലും, ഒന്ന് നീ ചേർത്ത് പിടിച്ചിരുന്നെങ്കിലും എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കൊതിക്കും. പക്ഷെ സുഹൃത്തെ, നിനക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹം അത് നിനക്ക് നിന്നോട് തന്നെയാണ് വേണ്ടത്. നിൻ്റെ ശരീരത്തെയും നിൻ്റെ മനസ്സിനെയും നീ ബഹുമാനിച്ചു തുടങ്ങണം. നിന്നെ വേണ്ട എന്ന് വെച്ചവർക്ക് മുന്നിൽ നിൻ്റെ വില കളയരുത്. നീ ഒരു വിലപ്പെട്ട മുത്താണെന്ന് നീ തിരിച്ചറിയണം. ഒരു മുത്ത് ചെളിയിൽ വീണാലും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടില്ല, അല്ലേ? അതുപോലെ ഈ സാഹചര്യങ്ങൾ നിന്നെ താൽക്കാലികമായി ഒന്ന് മങ്ങിച്ചേക്കാം. പക്ഷേ നിൻ്റെ ഉള്ളിലെ ആ തിളക്കം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. നമ്മുടെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ
തവക്കുല്, അള്ളാഹുവിനെ ഭാരമേൽപ്പിക്കുക എന്നൊരു വലിയ കാര്യമുണ്ട്. നിന്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? നീ നിന്റെ പരമാവധി ശ്രമിക്കുക. ബാക്കിയെല്ലാം പടച്ചോന് വിട്ടൊടുക്കുക. അവൻ നിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ നീ പായ വിരിച്ച് അവനോട് നിന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഈ ലോകത്തെ മറ്റൊരു മരുന്നിനും നൽകാൻ കഴിയില്ല. നീ ഒന്ന് ചെയ്തു നോക്ക്. നിന്റെ സങ്കടങ്ങളെ പ്രാർത്ഥനകളാക്കി മാറ്റൂ. അപ്പോൾ ആ വേദനകൾ, സങ്കടങ്ങളെ എല്ലാം നിന്നെ തളർത്തുന്നതിന് പകരം നിന്നെ പടച്ചവനിലേക്ക് കൂടുതൽ അടുപ്പിക്കും. അതല്ലേ യഥാർത്ഥ വിജയം? ഇനി നീ നിന്നോട് ചോദിക്കാനുള്ളത് ചില ഗൗരവമായ കാര്യങ്ങളാണ്. എത്ര കാലം കൂടി നീ ഇങ്ങനെ നിന്റെ ജീവിതത്തെ ഒരു ഇരുട്ടറയിൽ തളച്ചിടുമെന്ന് നീ ചോദിക്കണം. നിന്റെ മാതാപിതാക്കളും നിന്നെ സ്നേഹിക്കുന്നവരും നിന്റെ മുഖത്തെ ആ പഴയ പ്രകാശം കാണാൻ കൊതിക്കുന്നവരുമുണ്ട്. അവരെ നീ കാണുന്നില്ലേ? നിന്നെ തകർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നീ തോറ്റുകൊടുത്താൽ അത് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമായിട്ട് മാറും. അതുകൊണ്ട് ഇനി ഒരടി പോലും നീ പുറകോട്ട് വെക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. അതൊരു പാഠമായിരുന്നു, ഒരു പരീക്ഷയായിരുന്നു. ആ പരീക്ഷ നീ ജയിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കേണ്ട സമയമാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും, ഇന്ന് ഞാൻ സന്തോഷവാനായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുക. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം നീ കണ്ടെത്തുക. എല്ലാത്തിനും അൽഹംദുലില്ലാ എന്ന് പറയുക. ഒരു ചായ കുടിക്കുമ്പോഴോ ഒരു പക്ഷിയെ കാണുമ്പോഴോ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴോ ഒക്കെ സമാധാനം കണ്ടെത്താൻ നീ ശ്രമിക്കുക. ഈ ഒരു അറിവ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നിന്റെ ഉള്ളിലെ ആ പഴയ ഭാരം നീ പകുതിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. നിനക്ക് ഇപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം, സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ നിന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് തലയുയർത്തിപ്പിടിച്ച് ആ പഴയ കരുത്തോടെ മുന്നോട്ട് നടന്നു തുടങ്ങണം. ലോകം നിന്നെ കാത്തിരിക്കുകയാണ്. നിന്റെ വിജയം ആഘോഷിക്കാൻ നിന്നെ സ്നേഹിക്കുന്നവർ കാത്തിരിക്കുകയാണ്. പോയി നിന്റെ ജീവിതം തിരിച്ചു പിടിക്ക്. ഇൻഷാ അല്ലാഹ് നിന്റെ വരും കാലം അതിമനോഹരമായിരിക്കും. നീ റെഡിയല്ലേ? ഈ നിമിഷം മുതൽ മാറി മാറി ചിന്തിക്കാം. നമുക്ക് ഈ യാത്ര ഗംഭീരമാക്കാം. അവസാനമായി എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത്രമാത്രം. ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോൾ, കേട്ട് തീരുമ്പോൾ നീ ഒരു നിമിഷം കണ്ണടച്ച് നിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കണം. ആഴത്തിൽ ഒരു ശ്വാസമെടുക്കണം. നീ ഇപ്പോഴും ജീവനോടെയുണ്ട്. നിൻ്റെ ഹൃദയം ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. അതിനർത്ഥം പടച്ച തമ്പുരാൻ നിന്നെക്കൊണ്ട് ഇനിയും ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. നിൻ്റെ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല, മറിച്ച് ഏറ്റവും മനോഹരമായ അധ്യായം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. സങ്കടങ്ങൾ വരും, ചിലപ്പോൾ നമ്മൾ തളരും. അതൊക്കെ മനുഷ്യ സഹജമാണ്. പക്ഷേ തളർച്ചയിൽ വീണു പോകാതെ എനിക്ക് ഇതിനെ മറികടക്കാൻ കഴിയും എന്ന് നീ സ്വയം പറയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അവിടെയാണ് നിൻ്റെ യഥാർത്ഥ വിജയം. നീ വിചാരിക്കുന്നതിലും എത്രയോ വലിയ കരുത്താണ് നിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ആ കരുത്തിനെ തൊട്ടുണർത്തുക. ഇന്ന് നീ ഒഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരും നാളെ നിൻ്റെ പുഞ്ചിരിക്ക് തിളക്കം കൂട്ടും. ഇനി നീ ഈ ഫോണ് മാറ്റിവെച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ മുഖത്ത് ആ പഴയ ആത്മവിശ്വാസം ഉണ്ടാകണം. നിന്നെ വേദനിപ്പിച്ച ഓർമ്മകളെ അവിടെ ഉപേക്ഷിക്കണം. നിൻ്റെ ഭാവിയെ കൈനീട്ടി സ്വീകരിക്കണം. നിൻ്റെ ഈ മാറ്റം കാണാൻ, നിൻ്റെ വിജയങ്ങളിൽ സന്തോഷിക്കാൻ നിന്നെ വേണ്ടപ്പെട്ടവർ ഇവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് ആ പുതിയ വെളിച്ചത്തിലേക്ക് നടക്കാം. മറക്കണ്ട, നിൻ്റെ ജീവിതത്തിലെ ഹീറോയാണ് നീ. നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, നീ സ്വയം തോറ്റുകൊടുക്കാത്ത കാലത്തോളം. ഇത് കേട്ട് തീരുമ്പോൾ നിൻ്റെ ഉള്ളിൽ ആ പഴയ ആത്മവിശ്വാസം തിരിച്ചു വരുന്നതായി തോന്നുന്നുണ്ടോ? എങ്കിൽ പഴയതെല്ലാം ഉപേക്ഷിച്ചോളൂ. പുതിയൊരു തുടക്കത്തിന് നീ തയ്യാറായിക്കോളൂ. ഐ ആം മൂവിങ് ഓൺ എന്ന് മാത്രം ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കട്ടെ ഈ ഒരു വാക്ക്. മറ്റൊന്നും വിശദീകരിക്കേണ്ട. നിൻ്റെ ആ തീരുമാനം മാത്രം മതി. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനയിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് നിൻ്റെ നല്ല നാളുകൾ ഇന്നിൽ തുടങ്ങട്ടെ. എൻ്റെ ഈ വരികൾ
നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തേ, നിന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ പടച്ചവൻ മാത്രമാണ്. നിന്റെ ഉള്ളിലെ ആ വേദന അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചത് നിന്റെ ജീവിതത്തിലേക്ക് അല്ലാഹു എത്തിച്ചു തരട്ടെ. നിന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകി വരുംകാലം സന്തോഷത്തിൻ്റേതാക്കി മാറ്റാൻ അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ഈ മാറ്റത്തിന് നീ തയ്യാറാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉറപ്പിച്ചു പറയൂ, ഐ ആം റെഡി. നിനക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകും. ഇൻഷാ അല്ലാ നിന്റെ നല്ല നാളുകൾ ഇന്നിൽ നിന്ന് തുടങ്ങട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.